ഡേയ് കുറെ നേരമായിട്ട് ആ കൊച്ചനെ നോക്കണേ. അത് നിന്നെ കണ്ടിട്ടല്ലേ എന്റെ നേലിന് വെച്ച് നോക്കണതാ. ഡേയ് ആന പറഞ്ഞ നീ എന്റെ ബാക്കിലോട്ട് നിന്നോ. ആ എന്ത്? ചിലപ്പോ കരിമ്പെന്ന് വിചാരിച്ചെടുത്ത് ചുരുട്ടി പിടിച്ചളയും. എന്നാ നീ ഇങ്ങോട്ട് മാറിന്നോ, അല്ലെങ്കിൽ ആൾക്കാർ പറയാം ആനയുടെ 5-ാം കല ഇറങ്ങി നടക്കണം. നീ പഞ്ചവായത്തിന്റെ അടുത്തൊന്നും പോണ്ട, ചിലപ്പോ ഊത്തെന്ന് പറഞ്ഞ അവന്മാര് പിടിച്ച് ഊതിക്കളയും. അളിയാ എവിടെ? നിന്നെ കാണാനില്ലല്ലോ. കാണാനില്ല. നിന്റെ ഞാൻ അപ്പഴേ പറഞ്ഞ ലൈറ്റിലൂടെ ചെന്ന് നിൽക്കാൻ. പിള്ളേരെ കാണാൻ വന്നായിരിക്കും അല്ലേ? ഞാൻ ഈ ട്രാക്കൊക്കെ വിട്ട് ഇപ്പൊ കോളേജ് പിള്ളേർക്കൊക്കെ എന്നെ വേണമെന്നാ. നിന്നെയാണെങ്കിൽ വേണോന്നായിരിക്കും. അപ്പൊ ശരിയല്ലേ, പിന്നെ കാണാം. പോട്ടെ. അമ്മേ നാരായണ ദേവി നാരായണ. മേളക്കാരുടെ ശ്രദ്ധയ്ക്ക് ഒരു ചെണ്ടക്കോൽ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റി ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. വെടിക്കാരുടെ ശ്രദ്ധയ്ക്ക് കരിമരുന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ചൊരണ്ടി എടുക്കാം. അതേ വെടിക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരിയില്ലാത്ത ഒരു റോക്കറ്റ് വിമാനം കമ്മിറ്റി ഓഫീസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ശബ്ദവും വെളിച്ചവും നൽകുന്ന ഷാജി സൗണ്ട്സിന് കരിയോയിൽ തീർന്നെങ്കിൽ കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെടുക. വീണ്ടും അതേ ഷാജി സൗണ്ട്സിന്റെ ശ്രദ്ധയ്ക്ക് ഫ്യൂസായ ഒരു ട്യൂബ് ലൈറ്റ് കമ്മിറ്റി ഓഫീസിൽ ചാരി വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് പോടേ. ഇതെന്താ കണ്ണട ഏറി നിൽക്കണം? അല്ല, കണ്ണടയുടെ കാല് സൈഡിൽ നിൽക്കണം. അവ ഇടിക്കാനുള്ള മൈൻഡാണോ? അവൻ നിന്നെ കണ്ടു കാണൂല. ഷർട്ട് മാത്രം വിൽക്കാൻ തൂക്കിയിട്ടിരിക്കുന്നു വിചാരിച്ചായിരിക്കും. അവ എന്ത് ശ്വാസം പിടിച്ച് നിൽക്കണേന്ന് അറിയാവോ? ഇല്ല. ശ്വാസം വലിച്ചാൽ നീയും കൂടെ അങ്ങ് കയറിപ്പോന്ന് വെച്ചിട്ടാണ്. നീ പറഞ്ഞില്ലേ? എടാ അവ ആമക്കണ്ണനായിരുന്നാ.